നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കാണ് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇയാൾ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു സസ്പെൻഷനിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. ഒരു പ്രാഥമിക നടപടി എന്നോണമാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് ഇവിടെ തീരേണ്ട കാര്യമല്ല. ഈ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും വേണം. നമുക്കറിയാം ഇപ്പോൾ ഇയാൾ മാത്രമാണോ അല്ലെങ്കിൽ ഇയാളാണ് ഈ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ട് വെരിഫൈ ചെയ്തില്ല, അല്ലെങ്കിൽ തുടർന്നുള്ള ബൈലോ പ്രകാരമുള്ള നിയമങ്ങൾ എന്തുകൊണ്ട് പാലിച്ചില്ല മുതലായ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു സമ്മർദ്ദത്തിലായിരിക്കും നിലവിലൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം തീരുന്നു? പ്രാഥമിക നടപടിയായിട്ട് എടുക്കാം. പക്ഷെ ഇതൊന്നും പോരാ, അറസ്റ്റ് ഉണ്ടാവണം. ശബരിമല അയ്യപ്പന്റെ സ്വത്ത് കട്ടവരെ അറസ്റ്റ് തന്നെ ചെയ്യണം. അതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ സംശയത്തിനിടയില്ലാത്ത രീതിയിൽ 1.5 കിലോഗ്രാം തനി തങ്കത്തിലുള്ള പാളികൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ്, ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ വിധിന്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് ബന്ധപ്പെട്ടവർ യഥാർത്ഥത്തിൽ ഈ കാര്യം മോഷ്ടിച്ചു എന്ന കാര്യത്തിൽ ഇന്ന് നമുക്ക് ആർക്കും സംശയം ഉണ്ടാവേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഒരു പ്രാഥമിക നടപടി എന്ന രീതിയിൽ ഇത് ഓക്കെ. പക്ഷെ ഇതല്ല, ഇത് ഡിസ്മിസൽസ് ഉണ്ടാകണം. അതും ഡിസ്മിസലും പോരാ. ഡിസ്മിസൽ എന്താ കാര്യം? ആ സ്വർണം വീണ്ടെടുക്കണം, ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ സ്വത്ത് വീണ്ടെടുക്കണം, എന്നിട്ട് അത് മോഷ്ടിച്ചവരെ അറസ്റ്റും ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. എത്ര നിസ്സാരമായിട്ട് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതായത് എന്ത് വിശ്വാസത്തിലാണ് ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അയാൾ മുൻപ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അയാളെ പറഞ്ഞു വിട്ടത് അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇയാളുടെ സ്വത്തുകളുടെ കോടിക്കണക്കിന് സ്വത്തിടപാടുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും പരിശോധിക്കാതെ അയാളെ എന്തിനാണ് അത്രയും വിശ്വസിച്ചത്? അവിടെ തന്നെയാണ് ചോദ്യം. ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നത് കേട്ടോ, ദേവസ്വം ബോർഡിന് ഒരു വീഴ്ചയും ഉണ്ടായില്ല. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവും ഉണ്ടായില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ കയറി ആരെങ്കിലും സ്വർണം മോട്ടിച്ച കള്ളന്റെ പിഴവാണെന്ന് ആരും പറയൂലല്ലോ. താങ്കളുടെയോ എന്റെയോ വീട്ടിൽ കയറി ഒരു 10 പവൻ സ്വർണം മോഷ്ടിച്ചു എന്നിരിക്കട്ടെ, അത് കള്ളന്റെ പിഴവോ ജാഗ്രത കുറവോ ഒന്നും അല്ലല്ലോ. അത് നമ്മുടെ ജാഗ്രത കുറവാണ്, നമ്മുടെ പിഴവാണ്. മോട്ടിച്ചവന്റെ മിടുക്കാണ്. മിടുക്കെന്ന് പറഞ്ഞാൽ ആലങ്കാരികമായി സർക്കാസ്റ്റിക് ആയി പറഞ്ഞതാ. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് മോഷണം നടന്നത്. നമ്മൾ മറച്ചു വെക്കുന്നത് എന്തിനാ? ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഈ മോഷണം നടന്നത്. കാര്യം സ്വർണത്തെ ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നതിനടക്കം ഗൂഢാലോചന കാര്യം വ്യക്തമായി വരികയാണ്. ആ സ്വർണം എവിടെ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആ സ്വർണം പതിഞ്ഞ ചെമ്പ് പാളികൾ എവിടെ? 1.5 കിലോഗ്രാം സ്വർണം ഉണ്ടായിരുന്ന എവിടെ? ഇനി എത്ര സാധനങ്ങൾ ഇതേപോലെ പോയി എന്ന് ആർക്കറിയാം? അപ്പം ഗോൾഡ് ക്ലാഡഡ് ആയിരുന്ന സാധനങ്ങൾ, അതിന്റെ 10-1 വിലയില്ലാത്ത ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു അതിപ്പോ പറയുന്നത് എന്തിന്? അങ്ങനെ ചെമ്പ് തെളിയില്ല. മുരാരി ബാബു പറഞ്ഞ പച്ച കള്ളമാണ്. ചെമ്പ് തെളിയില്ല, കാര്യം ഇത് ഗോൾഡ് ക്ലാഡഡ് ആണ്. പുള്ളിക്ക് അതിന്റെ വ്യത്യാസം പോലും അറിയാമെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അറസ്റ്റ് ഉണ്ടാകണം, അറസ്റ്റ് തന്നെ വേണം. അവര് ജയിലിൽ കിടക്കണം. ഇത്രയും വിശ്വാസികളെ കബളിപ്പിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. എത്ര വിശ്വാസത്തിലാണ് ആളുകൾ, ഒരുപാട് നേർച്ചയും കാര്യങ്ങളും ഒക്കെയാണ്. ശബരിമലയിലെ ആ വരുമാനമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അയ്യപ്പനെ പറ്റിച്ചു, വിശ്വാസികളെ പറ്റിച്ചു, ദേവസ്വത്തെ പറ്റിച്ചു, സർക്കാരിനെയും ജനങ്ങളെയും ഹൈക്കോടതിയെയും പറ്റിച്ചു. മാപ്പില്ല, അറസ്റ്റ് തന്നെ ഉണ്ടാവണം. കോടതിയിലൊക്കെ തന്നെ ആ ഒരു സമീപനമൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ കാർക്കശ്യത്തോടെ തന്നെയാണ് പറയുന്നത്. അവിടെയും ഈ സർക്കാർ ഹീറോ ഹൈക്കോടതിയാണ്, ഒരു സംശയം വേണ്ട. ഹൈക്കോടതിയും നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളുമാണ്. കാര്യം ഹൈക്കോടതി അതിശക്തമായ നിലപാടെടുത്ത് മുമ്പോട്ട് വരികയും മാധ്യമങ്ങൾ ഈ രീതിയിൽ ചർച്ചയാക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ആക്ഷൻ ഉണ്ടാകുന്നത്. ദേവസ്വം ബോർഡ് ഈ കൊള്ളയിൽ ഇംപ്ലിസിറ്റ് ആണ്, അവർ കോംപ്ലിസിറ്റ് ആണ്. അവർ ഈ കൊള്ളയുടെ ഭാഗമാണ്. അവരാണ് മോഷ്ടിച്ചത്. ഭാഗമാണെന്ന് പറഞ്ഞുകൂടെ, അവരാണ് മോഷ്ടിച്ചത്. ഉണ്ണികൃഷ്ണ പോറ്റി എന്നൊക്കെ വെറും കാലാളല്ലേ, ഒരു പോൺ മാത്രമല്ലേ. അതുകൊണ്ട് ഉണ്ണികൃഷ്ണ പോറ്റി വെറും കൈയാണ്. മോഷ്ടിച്ച ബുദ്ധി ആരുടെയാണ്? അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അതെ, വളരെ വ്യക്തമാണ് രാഹുൽ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.